you for coming. Identity is my film after 10 years, and I'm really proud to say that I'm doing Identity as my comeback film. And അനുഷ്കാനും അഖിലിനെ അറിയാവുന്നവർക്ക് അറിയാം ദാറ്റ് അവർ nerds ആണ്. അവരിരുന്ന് എന്തൊക്കെയോ പഠിച്ച് കൂട്ടി like the amount of studies they do, research they do on subjects and topics that normal human beings don't get into is crazy. And അത് സ്ക്രിപ്റ്റ് ആക്കുക, ആ സ്ക്രിപ്റ്റ് വിഷ്വലൈസ് ചെയ്യുക, അതിനെ എൻഡ് റിസൾട്ട് വരെ ഇത്രയും വണ്ടർഫുൾ ടീം. ആൻഡ് ഐ ഹാവ് സീൻ ദം വർക്ക് റിയലി റിയലി ഹാർഡ്. And I would like to say thank you for making me part of the film, and please spread the word. Thank you. ഇപ്പം നമ്മളോടുള്ള ടെക്നീഷ്യൻസുമായിട്ട് സംസാരിച്ചു. ഇവിടെ ഇല്ലാത്ത കുറച്ച് പേരുടെ പേരോട് നമ്മൾ തീർച്ചയായും പരാമർശിക്കുന്നുണ്ട്. അതിലൊന്നാണ് എഡിറ്റർ ചമൻ ചാക്കോ. ചമൻ്റെ ഇതൊരു നമ്മൾ കാണുമ്പോൾ അറിയാം, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കുറച്ച് നാരേറ്റീവ് ഉള്ളൊരു സിനിമയാണ്. ആ സിനിമയെ വളരെ കൃത്യമായ പേസിൽ വളരെ പ്രോപ്പറായിട്ട് പ്രസന്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു എഡിറ്ററിന് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. അതിൽ ചമൻ, അത് മാത്രമല്ല നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുള്ള ടീസർ ആണെങ്കിലും ട്രെയിലർ ആണെങ്കിലും ഒക്കെ ചമൻ്റെ ഒരു കഴിവിൻ്റെ ഒരു ഡിസ്പ്ലേ കൂടിയാണ്. ചമൻ ചാക്കോയുണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പം വളരെയധികം റെസ്പോൺസ് കിട്ടുന്ന ഒന്നാണ് മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ്. മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് ജെയ്സ് വിജോയുടെ വൺ ഓഫ് ദി റീസെന്റ് ബെസ്റ്റ് വർക്കാണ്. പ്രത്യേകിച്ച് അതിന്റെ സെക്കൻഡ് ഹാഫിൽ ആ ഒരു മൂഡ് എലിവേറ്റ് ചെയ്ത് നിർത്തുക, പ്രത്യേകിച്ച് അതിന്റെ ടെൻഷൻ അവസാനത്തിൽ ഒരു 40 മിനിറ്റിനെ പറ്റി ആളുകൾ പറയുമ്പോൾ അതിലെ ആക്ഷൻ ബ്ലോക്ക് ആണെങ്കിലും ഫൈറ്റിലെ സീക്വൻസുകളാണെങ്കിലും ആ ടെൻഷൻ നിലനിർത്താൻ ജെയ്സ് വിജോയുടെ മ്യൂസിക് വളരെയധികം നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സൗണ്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള രാജാകൃഷ്ണൻ സർ, സച്ചിൻ സിൻ സിനിമ, ഇവരെല്ലാവരും ഈ സിനിമയുടെ ടോട്ടൽ നമ്മളിപ്പോൾ കാണുന്ന ആ ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസിൽ ഭയങ്കരധികം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ടെക്നീഷ്യൻസ് ആണ്. പിന്നെ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഈ സിനിമയുടെ ടെക്നീഷ്യൻ എന്ന് പറയുന്നത് ഓഫ്കോഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ക്ലൈമാക്സിലെ പ്രൈവറ്റ് ജെറ്റ് ചെയ്തിട്ടുള്ള യാനിക് ബെൻ ആണ്. യാനിക് ബെൻ എന്ന് പറയുന്ന ഒരു ആക്ഷൻ ഡയറക്ടർ ഈ സിനിമയുടെ ഭാഗമാകാൻ കാണിച്ചൊരു താല്പര്യം, അത് ഒരു പ്രൈവറ്റ് ജെറ്റിൽ നമുക്കൊരു ക്ലൈമാക്സിൽ ഒരു ആക്ഷൻ സീക്വൻസ് ഉണ്ട്, അതിൽ ടർബുലൻസിന്റെ പോർഷൻസ് വരുന്നു, സോ ഹൈഡ്രോളിക്സ് ഇൻവോൾവ് ആവണം, മുംബൈയിലുള്ള ടെക്നീഷ്യൻസ് വരണം, ഒരു വലിയ സെറ്റിനെ ഹൈഡ്രോളിക്സിൽ വെച്ചതിന് ശേഷം ആ സെറ്റ് റൊട്ടേറ്റ് ചെയ്യും, അതിനുള്ള ആക്ടേഴ്സിനെ വെച്ച് സ്റ്റണ്ട് പെർഫോം ചെയ്യും. പലപ്പോഴും മിഡ് എയറിലൊക്കെ നമ്മൾ ആ സീക്വൻസ് ചെയ്യുക എന്ന് പറയുന്നത് പ്രോപ്പറായ ടെക്നിക്കൽ നോഹോ ഉള്ള ഒരു ആക്ഷൻ ഡയറക്ടറെ കൊണ്ട് മാത്രം എഫക്റ്റീവ്ലി ചെയ്തില്ലെങ്കിൽ തീർത്തും വർക്കൗട്ട് ആവില്ല എന്ന് പറയുന്ന ഭയങ്കര ഓവർ അംബീഷ്യസ് ആയ ഞങ്ങളുടെ ആഗ്രഹം വരുന്നു. ആ ആഗ്രഹത്തിലൂടെ ആഗ്രഹം പ്രോപ്പറായി എക്സിക്യൂട്ട് ചെയ്തെന്ന യാനിക് ബെൻ എന്ന് പറയുന്ന ടെക്നീഷ്യനെയും ഈ അവസരത്തിൽ അദ്ദേഹം ഇതിലേക്ക് പോലും ഇവിടെ ഓർക്കുന്നു. അതുപോലെ തന്നെ ആ സിനിമയുടെ പലരും നമ്മളോട് ചോദിക്കുന്നത് എവിടെയാണ് ഷൂട്ട് ചെയ്തത്, എങ്ങനെയാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് തീർച്ചയായും നമ്മൾ പുറത്തൊരു സ്റ്റുഡിയോയിലോ വേറെ എവിടെയോ പോയി ചെയ്തതല്ല, നമ്മളുടെ തൃശ്ശൂർ സെറ്റിട്ട് ചെയ്ത സാബി മിശ്ര എന്ന് പറയുന്ന ഒരു ടെക്നീഷ്യൻ ഉണ്ട്. അദ്ദേഹമാണ് നമ്മുടെ കില്ലിന്റെ ഒക്കെ സെറ്റുകൾ ബാക്കിയൊക്കെ എടുത്ത ഒരു ടീമാണ്. അപ്പൊ അവരാണ് നമുക്ക് ആ പ്രൈവറ്റ് ജെറ്റിന്റെയും പാസഞ്ചർ ഫ്ലൈറ്റിന്റെ ഒക്കെ സെറ്റുകൾ ഇട്ടത്. അപ്പൊ അത് ബോംബെ പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് അവർക്കൊരു വലിയൊരു സെറ്റപ്പ് അവിടെ ഉണ്ടാക്കി, മുഴുവൻ ഫ്ലൈറ്റിന്റെയും പ്രൈവറ്റ് ജെറ്റിന്റെയും സെറ്റ് അവിടെ ഉണ്ടാക്കി അസംബിൾ ചെയ്ത് ചെക്ക് ചെയ്തതിനു ശേഷം ഡിസ്മാൻഡിൽ ചെയ്ത് കണ്ടെയ്നറുകളാക്കി കേരളത്തിൽ കൊണ്ടുവന്ന് വീണ്ടും അസംബിൾ ചെയ്യാനൊക്കെ പറയുന്ന ഒരു ലോജിസ്റ്റിക് വേസ് ആണെങ്കിലും പ്രൊഡക്ഷൻ സൈഡ് ആണെങ്കിലും ഒരു വലിയ തീരുമാനമാണ് ഈ സിനിമയുടെ അവസാനത്തെ ഒരു 40 മിനിറ്റ് ഇപ്പൊ കാണുന്ന ഒരു വിഷ്വൽ സൈഡിലോട്ട് നമ്മൾ എത്തിക്കാൻ തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും പ്രൊഡക്ഷൻ സൈഡിൽ നിന്നാണെങ്കിലും നമ്മൾ ഇത്രയും അംബീഷ്യസ് ആയ ഒരു കണ്ടന്റ് അവസാനത്തെ 40 മിനിറ്റ് നമ്മൾ ഫുൾ ഓഫ് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരുപാട് പെർമിഷൻസ് വേണം. നമുക്ക് ATC ഒന്നും ഷൂട്ട് ചെയ്യാൻ പെർമിഷൻ ഇല്ല, നമുക്ക് റൺവേകൾ ഷൂട്ട് ചെയ്യാൻ പെർമിഷൻ ഇല്ല. സോ ഇതൊക്കെ അച്ചീവ് ചെയ്യാൻ ഒരു വലിയൊരു നിങ്ങളിപ്പോൾ കാണുന്നതല്ലാത്ത ഒരു പ്രൊഡക്ഷന്റെ വലിയൊരു ഇൻഫ്രാസ്ട്രക്ചറിന്റെ സെറ്റപ്പും അത് കോർഡിനേറ്റ് ചെയ്യാൻ തീർച്ചയായും രാഗം മൂവീസിന്റെ രാജു സാറും അതുപോലെ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ CJ-റോയും പിന്നെ ഈ ബോംബെയിലെ ഒരു പറ്റം ടെക്നീഷ്യൻസും കൂടെ നമ്മൾ ഈ കാണുന്ന എല്ലാവരും നിൽക്കുന്നതിന്റെ ഫലമായിട്ടാണ് തീർച്ചയായും മലയാളത്തിൽ ഇതുവരെ വരാത്ത, ഞാൻ പറഞ്ഞപ്പോൾ ഉദ്ദേശിച്ചതാണ്, ഇറ്റലി അങ്ങനെ ഒരു കഥാപശ്ചാത്തലത്തിൽ ഒരു സിനിമ പറഞ്ഞിട്ടില്ല. കാരണം അത് ഷൂട്ട് ചെയ്യാൻ നമുക്ക് ഈ റൺവേകളിലും എയർപോർട്ടുകളിലൊക്കെ പലപ്പോഴും നമുക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പ്രത്യേകിച്ച് നമ്മൾ 100-150 പേരുടെ ഒരു ക്രൂവിനെ വെച്ചും ജിബുകൾ ഉപയോഗിച്ച് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. സോ അത് അച്ചീവ് ചെയ്തെടുക്കാൻ നമ്മളോട് നിന്നിട്ടുള്ള ഈ പറയുന്ന എല്ലാ ടെക്നീഷ്യൻസിനെയും ഇപ്പോൾ ഈ സിനിമയ്ക്ക് കിട്ടുന്ന നല്ല അഭിപ്രായങ്ങൾ അവരുടെ ഓരോരുത്തരുടെയും കൂടെയാണ്. അവരെ ഈ അവസരത്തിൽ വളരെ സന്തോഷത്തോടെ ഓർക്കുന്നു. താങ്ക് യു. യൂഷ്വലി ഈ ത്രില്ലർ ഫിലിം ഇറങ്ങുമ്പോൾ ഭയങ്കരമായിട്ടുള്ള കോമ്പറ്റീഷൻ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഇപ്പോഴത്തെ സിനാരി വെച്ച് കമ്പയർ ചെയ്യുന്നത് അഞ്ചാം പാതയുടെ എത്ര വരുമോ, അല്ലെങ്കിൽ ഫോറൻസിക്കിൻ്റെ എത്ര വരുമോ, അല്ലെങ്കിൽ പഴയ പോലെ അമേരിക്കൻ ടൈപ്പ് ആണോ, അല്ലെങ്കിൽ ഇതിലൊന്നും പെടാത്തതിനാണ് ഒരു ഡീസൻറ്റ് ത്രില്ലർ എന്നൊക്കെ പറയാറ്.
ഇപ്പൊ ഇനി കാണാത്ത പ്രേക്ഷകരോട് ഏത് ടൈപ്പ് എന്ന് പറയാം? കാണാത്ത പ്രേക്ഷകരോട് കണ്ടു നോക്കുന്ന പറയാം, അല്ലാണ്ട് ഇവര് വേറെ ഏതെങ്കിലും സിനിമ പോലത്തെ സിനിമയാണെന്ന് പറയാൻ എനിക്കറിയില്ല. ഞാൻ അങ്ങനെ സിനിമകളെ തമ്മിൽ കമ്പയർ ചെയ്തിട്ടല്ല ഞാൻ ഓരോ സിനിമയും ആസ്വദിക്കുന്നത്. ഞാൻ ഏത് സിനിമയാണെങ്കിലും ആ സിനിമയെ ആണ് ആസ്വദിക്കുന്നത്. മറ്റേതുപോലെയാണോ മറിച്ചതുപോലെയാണോ എന്ന് വെച്ചിട്ട് നമ്മൾ ആസ്വദിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമ ആസ്വദിക്കാൻ പറ്റാണ്ട് പോകും. മറ്റു സിനിമയിലെ പോലെയാണോ അതാണോ ഇതാണോ നല്ലതെന്നുള്ള എനിക്ക് പൊതുവേ അങ്ങനത്തെ കമ്പാരിസൺസ്, അത് സിനിമകൾ തമ്മിലാണെങ്കിലും മനുഷ്യന്മാരെ തമ്മിലാണെങ്കിലും കമ്പാരിസൺസ് അത്രയ്ക്കും ഇഷ്ടപ്പെടുന്ന ഒരാളല്ല ഞാൻ. അതിനേക്കാളും ഞാൻ പ്രിഫർ ചെയ്യുക ഈ സിനിമ എന്താണോ അതിന് ആ രീതിയിൽ കാണുക, മറ്റെല്ലാ സിനിമകളെയും അതെന്താണോ അത് എന്നുള്ള അതിന്റെ രീതിയിലാണ് ഞാൻ. അല്ലാതെ വേറെ ഒന്നുകൂടെ കമ്പയർ ചെയ്തിട്ടല്ല ഞാൻ സിനിമകൾ കണ്ടത്. ഈ പറഞ്ഞ സിനിമകളൊക്കെ ഇവിടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട സിനിമകളാണ്. അതുപോലെ ഈ സിനിമ പ്രേക്ഷകർക്ക് ഈ സിനിമയായിട്ട് കാണുമ്പോൾ ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. അതേപോലെ തന്നെ ഈ ജനുവരി എന്ന് പറഞ്ഞാൽ ത്രില്ലർ ഫിലിമാണ് കൂടുതലായിട്ട് വരുന്നത്. ഇനി ആസിഫലിന്റെ പടം വരാനുണ്ട്, ബേസിലിന്റെ പടം വരാനുണ്ട്. ഇതൊക്കെ അപ്പൊ ഈ മാസത്തിൽ തന്നെ ഇത് ചൂസ് ചെയ്യാനുള്ള കാരണം അത് പിന്നീട് അറിയാവുന്നതല്ലേ? അങ്ങനെ അതൊരു കോമ്പറ്റീഷൻ ആണെന്ന് വിചാരിക്കുന്നുണ്ടോ? മനസ്സിലായില്ല. അതായത് ഈ മാസത്തിൽ തന്നെ റിലീസ് ആവാനുള്ള കാരണം എന്താണ്? കാരണം ഇപ്പൊ മമ്മൂക്കയുടെ പടം ത്രില്ലർ ഫിലിമായിട്ട് ജനുവരി 2 ആയതുകൊണ്ട് ഈ മാസത്തിൽ റിലീസായി എന്നുള്ളതല്ലാതെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ സിനിമയുടെ കാര്യങ്ങളെ എനിക്ക് അങ്ങനെ ആധികാരികമായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഈ സിനിമയ്ക്ക് ഇതിന്റെ പ്രൊഡ്യൂസറും ഡിസ്ട്രിബ്യൂട്ടറും ഇതിന്റെ ഡയറക്ടറും ഒക്കെ ചർച്ച ചെയ്തിട്ട് ഈ ദിവസമാണ് നല്ലതെന്ന് തോന്നിയത് കാരണം കൊണ്ട് ഈ സിനിമ ഇന്നത്തെ ദിവസം റിലീസായി. അത് അല്ലാതെ അതിനപ്പുറത്തേക്ക് നമുക്ക് ബാക്കിയുള്ള എന്തോരം കാര്യങ്ങൾ ചിന്തിക്കണം ഒരു സിനിമ റിലീസാവാൻ എന്ന് എനിക്കറിയില്ല. പടങ്ങൾ എപ്പോഴും ഒരു അട്രാക്റ്റീവ് തോന്നുന്നുണ്ടോ? ഒരു പോലീസ് വേഷം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ക്രൈം റിലേറ്റ് ചെയ്ത കഥാപാത്രം ചെയ്യുമ്പോൾ പ്രത്യേക ഒരു എന്താ പറയുക അട്രാക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ടോ എപ്പോഴും? അങ്ങനത്തെ ചിത്രങ്ങളാണ്? എനിക്ക് പൊതുവെ എല്ലാതരം സിനിമകളും ചെയ്യണം, പലതരം സിനിമകൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇൻവെസ്റ്റിഗേഷൻ സിനിമകൾ ഇഷ്ടമാണ്, അതല്ലാതെ കുറച്ച് ഇപ്പോൾ പീരിയഡ് സിനിമകൾ എനിക്ക് ഇഷ്ടമാണ്, അതല്ലെങ്കിൽ റോം കോംസ് ഇഷ്ടമാണ്, എല്ലാതരം സിനിമകളും ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ചെയ്തിട്ടില്ലാത്ത ജോണറുള്ള സിനിമകൾ തുടർന്ന് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതല്ലാതെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടൈപ്പ് മാത്രം അങ്ങനെ അത് എനിക്കും അത് ഭയങ്കര റിപ്പീറ്റീവായിട്ട് വന്നേക്കാം. ഞാൻ ഒരേ തരം സിനിമകൾ തന്നെ നിരന്തരമായിട്ട് ചെയ്താൽ ഇപ്പോൾ പലതരം സിനിമകളുടെ ഭാഗമാകുക, പലതരം കഥാപാത്രങ്ങൾ ചെയ്യുക, നമ്മുടെ കഴിവിന്റെ പരമാവധി അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതല്ലാതെ ഏതെങ്കിലും ഒരെണ്ണത്തിൽ പെർട്ടിക്കുലർലി എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഇഷ്ടമോ ഇഷ്ടക്കേടോ ഇല്ല. ഞാൻ സിനിമ എന്ന് പറയുന്ന മാധ്യമം നമുക്ക് ഓഫർ ചെയ്യുന്നത് പലതരം കാഴ്ചകളാണ്. അപ്പോൾ ആ പലതരം കാഴ്ചകളിൽ ആകർഷണമായിട്ടാണ് ഞാൻ സിനിമ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. അപ്പോൾ എനിക്കും തുടർന്നും വർക്ക് ചെയ്യുന്ന സമയത്ത് പലതരം കാഴ്ചകൾ തന്നെയാണ് പ്രേക്ഷകർക്കും മുന്നിലേക്ക് സൃഷ്ടിച്ചു വെക്കാനായിട്ട് ഇങ്ങനെയുള്ള സംവിധായകരുടെയും പല ക്രൂവിൻ്റെയും കാസ്റ്റിനെയും കൂടെ ശ്രമിക്കാനും സാധിക്കുക.